നമസ്കാരം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢകരമാകുന്നുവെന്നതിന്റെ തെളിവായിരുന്നു അടുത്തിടെ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. നിരവധി പുതിയ സഹകരണ കരാറുകളാണ് ഇരു രാജ്യങ്ങളും പദ്ധതിയിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിനായി റഷ്യ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. റഷ്യയുടെ അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യ കൈമാറുന്നതടക്കമുള്ള പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. അതിനു പിന്നാലെ ഇതാ അതിനൂതനവും ഉയർന്ന പ്രഹരശേഷിയുള്ളതുമായ ഒരു ആക്രമണ ഡ്രോൺ ഇന്ത്യക്ക് കൈമാറാനുള്ള സന്നദ്ധത റഷ്യ പ്രകടമാക്കിയിരിക്കുകയാണ്. ജറാൻ 3 എന്ന ദീർഘദൂര ടർബോജെറ്റ് പവറുള്ള ആളില ആകാശവാഹനമാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജറാൻ 3 എന്നത് ഒരു ചാവേർ ഡ്രോണാണ്. 120 മുതൽ 125 കിലോഗ്രാം ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു കോമ്പാക്ട് ടർബോജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഡ്രോണിന് മണിക്കൂറിൽ ഏകദേശം 600 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനാകും. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പ്രകാരം 1200 കിലോമീറ്റർ ഫെറി റേഞ്ചാണ് ഈ ഡ്രോണിന് അവകാശപ്പെടുന്നത്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അതിന്റെ പ്രവർത്തന പോരാട്ട ദൂരം 2000 മുതൽ 2500 കിലോമീറ്റർ വരെ വ്യാപിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ജറാൻ 3യെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിന്റെ പെലോഡ് ശേഷിയാണ്. ഇതിന് 300 കിലോഗ്രാം വാർഹെഡ് വഹിക്കാനാകും. ആഗോളതലത്തിൽ പെലോഡ് ശേഷിയുടെ കാര്യത്തിൽ വിഖ്യാതമായ റഷ്യയുടെ തന്നെ ഗറാൻ 2 ഡ്രോണിനേക്കാൾ 6 ഇരട്ടി പെലോഡ് ശേഷിയാണ് ജറാൻ 3ക്ക് ഉള്ളത്. ഈ ഉയർന്ന പെലോഡ് ശേഷി കഠിനമായ ലക്ഷ്യങ്ങൾക്കെതിരെ വിനാശകരമായ ആക്രമണം നടത്താൻ ഈ ഡ്രോണിനെ പ്രാപ്തമാക്കുന്നു. ശത്രു നിരീക്ഷണ സംവിധാനങ്ങളുടെ ദൃശ്യപരിധിയിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ള ശേഷിയും ഈ ഡ്രോണിനുണ്ട്. നൂതനമായ എയറോഡൈനാമിക് ഷേപ്പിംഗിലൂടെയും റഡാർ തരംഗങ്ങളെ ആഗീകരണം ചെയ്യുന്ന വസ്തുക്കൾ ഈ ഡ്രോണിന്റെ ഘടനയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതിലൂടെയുമാണ് ഇത് സാധ്യമായിരിക്കുന്നത്. ജറാൻ 3ക്ക് 0.05 ചതുരശ്ര മീറ്ററിൽ താഴെയുള്ള റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിഡ് വേവ്, ലോങ് വേവ്, ഇൻഫ്രാറെഡ് ബാൻഡുകളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെക്ട്രൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കറുകൾ ഈ പ്ലാറ്റ്ഫോമിനുണ്ട്. അങ്ങനെ ഫലപ്രദമായി എത്ര സങ്കീർണമായ വ്യോമ പ്രതിരോധ ശൃംഖലകളെയും നിഷ്പ്രയാസം മറികടക്കാൻ ജറാൻ 3ക്കാകും. വേഗതയേറിയതും താഴ്ന്ന നിരീക്ഷണമുള്ളതുമായ ഈ കാമികാസെ ഡ്രോൺ ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തിനു മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തും. ജറാൻ 3യുടെ കൈമാറ്റത്തിനായുള്ള സന്നദ്ധത റഷ്യ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. രാജ്യം നിലവിൽ വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നതിനായി സ്വയം പര്യാപ്തതയുടെ പാതയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ വൻതോതിലുള്ള നിക്ഷേപമാണ് വിവിധ മേഖലകളിൽ രാജ്യം നടത്തിവരുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യാ വികസന രംഗത്തും രാജ്യം വലിയ മുന്നേറ്റമാണ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യ ഒരു ലോങ് റേഞ്ച് ലോയിറ്ററിംഗ് മ്യൂണീഷൻ പ്രോഗ്രാമുമായി മുന്നോട്ടു പോവുകയാണ്. രാജ്യത്തെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയുടെ നേതൃത്വത്തിൽ അദാനി ഡിഫൻസ്, സോളാർ ഇൻഡസ്ട്രീസ്, ആൽഫ ഡിസൈൻ തുടങ്ങിയ സ്വകാര്യ സ്ഥാപനങ്ങളും ഈ പ്രോഗ്രാമിൽ പങ്കാളിയാകുന്നു. ആഭ്യന്തര മേഖലയിലെ സമീപകാല വിജയങ്ങളിൽ CSIR, നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്, സോളാർ ഡിഫൻസ് എന്നിവ നടത്തിയിരിക്കുന്ന സംഭാവനകൾ ശ്രദ്ധേയമാണ്. അടുത്തിടെ ഈ സ്ഥാപനങ്ങൾ 900 കിലോമീറ്റർ ദൂരപരിധിയുള്ള 150 കിലോഗ്രാം ക്ലാസ് ലോയിറ്ററിംഗ് മ്യൂണീഷൻ വിജയകരമായി പരീക്ഷിക്കുകയുണ്ടായി. അതുകൂടാതെ ബംഗളൂരു ആസ്ഥാനമായുള്ള ഫ്ലൈയിംഗ് വെഡ്ജ് ഡിഫൻസ് FWD LM-01 എന്ന ചെറു UAVയും പുറത്തിറക്കുകയുണ്ടായി. ഇത്തരം ഗവേഷണ ഫലങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രതിരോധ സാങ്കേതിക രംഗം വളർച്ച കൈവരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇത്തരത്തിലുള്ള തദ്ദേശീയ മുന്നേറ്റങ്ങളിലൂടെ സ്വാശ്രയത്വം ലക്ഷ്യമാക്കി ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജറാൻ 3 എന്ന കാമികാസെ ഡ്രോൺ ഇന്ത്യക്ക് കൈമാറുന്നതിനായുള്ള സന്നദ്ധത റഷ്യ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം ഇന്ത്യ നടത്തിയിട്ടുമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സഹകരണ പങ്കാളിയായ റഷ്യയെ പോലൊരു രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിയും. വാർത്തയുടെ നിറം തേടി തനിനിറം.